ഹായ്, ദിസ് ഇസ് DTH. ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വേണ്ടി സ്വാഗതം. പൈങ്കിളി, ജിത്തു മാധവൻ്റെ കഥ, ശ്രീജിത്ത് ബാബുവിൻ്റെ സംവിധാനം. ശ്രീജിത്ത് ബാബു ആവേഴ്സിലെ ഹോസ്റ്റൽ വാർഡൻ, അതായിരിക്കും അറിയാൻ എളുപ്പം എല്ലാവർക്കും. ശ്രീജിത്ത് ബാബുവിൻ്റെ ഡയറക്ടറൽ ഡെബ്യൂ ആണ്. ജിത്തു മാധവൻ ആവേശം, രോമാഞ്ചം എന്നിവയുടെ സംവിധായകനും കഥാകൃത്തുമാണ്. വളരെ വളരെ ഫേമസ് ആയ ട്രെൻഡിങ് ആയ ഡയറക്ടറാണ് ജിത്തു മാധവൻ. അദ്ദേഹത്തിൻ്റെ കഥയാണ് പൈങ്കിളി. ഫഹദ് ഫാസിൽ പ്രൊഡക്ഷൻസ്, ഫഹദ് ഫാസിൽ ജിത്തു മാധവനോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്നു. ഹൈപ്പിന് വേറൊന്നും വേണ്ടല്ലോ, ഇത്രയും മതിയിൽ നമ്മൾ പ്രതീക്ഷകൾ ഉയർത്താൻ. പക്ഷേ പടം ശരിക്കും പറഞ്ഞാൽ ഡിസപ്പോയിൻറ്റിംഗ് ആണ്. ഒരു പക്ഷേ ഫഹദ് ഫാസിൽ പ്രൊഡക്ഷൻസിൻ്റെ ഏറ്റവും മോശമായ പടം. പക്ഷേ എന്ന് വെച്ച് നമുക്ക് സഹിക്കാൻ പറ്റുന്ന പടമല്ല, കണ്ടുകൊണ്ടിരിക്കാൻ മടുക്കുന്നൊരു പടമല്ല. ഇഷ്ടം പോലെ തമാശകളുള്ള പടമാണ്. നമ്മൾ ഉറക്കെ ചിരിക്കുന്ന കുറേ മുഹൂർത്തങ്ങളുള്ള സിനിമയാണ്. ഹിലേറിയസ് ആയിട്ടുള്ള ഒരുപാട് മൊമെൻറ്റ്സ് ഉള്ള സിനിമയാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് ജിത്തു മാധവൻ്റെ കഥ തന്നെയാണ്. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാനത്. കാരണം ജിത്തു മാധവനെ പോലുള്ള ഒരാളുടെ കഥയെന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ആയിപ്പോകുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇത് പണ്ടത്തെ ഒരു ജയറാം ജഗതി പടങ്ങളുടെയൊക്കെ ഒരു ലെവലായിപ്പോയി. അത് മോശമായ പടങ്ങളായിരുന്നു എന്നല്ല, അന്നത്തെ കാലത്ത് വളരെ രസകരമായ പടങ്ങളായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നത്തെ സോഷ്യോ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റിൽ കാണുമ്പോൾ നമുക്ക് ഇതൊന്നും കാണുമ്പോൾ ചിരി വരാത്ത കുറേ സാധനങ്ങൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ പറ്റി, അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാരെ ഒരു പ്രത്യേക രീതിയിൽ കാണിച്ചുകൊണ്ടുള്ള തമാശകൾ, അല്ലെങ്കിൽ അത് മിമിക്രി പോലെ രീതിയിൽ അവതരിപ്പിക്കുക, ഇതൊക്കെ വളരെ വളരെ പണ്ടേ കഴിഞ്ഞ കാര്യങ്ങളാണ്. പണ്ട് സമൂഹം ഒരു പക്ഷേ അത് കേട്ട് ചിരിച്ചിരുന്നിരിക്കാം. ഞാൻ ഉൾപ്പെടെ പലരും ഒക്കെ അത് കണ്ട് ചിരിച്ചിരുന്നിരിക്കാം. പക്ഷേ ഈ 2025 ഇതൊന്ന് കണ്ട് ചിരിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയല്ല എനിക്കും പൊതുവെ പലർക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ആ രീതിയിലല്ലാതെ കഥ എത്രയൊക്കെയോ രീതിയിൽ കഥ മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. എന്നിട്ടും ഒരു അളിഞ്ഞ രീതിയിലേക്കാണ് കഥ പോയിട്ടുള്ളത്. ഇത് ഓവർ ദി ടോപ്പ് ആയിട്ടുള്ളൊരു സിനിമയാണ്. എക്സ്ട്രീം രീതിയിലുള്ള പോകുന്നൊരു സിനിമയാണ്. അങ്ങനെയാണ് ഇത് എടുത്തിരിക്കുന്നത്. സജിൻ ഗോപു, അനശ്വര രാജൻ എന്നിവരാണ് മുഖ്യ വേഷത്തിൽ. കൂടാതെ ചന്തു സലീം കുമാർ, റോഷൻ ഷാനവാസുമുണ്ട്. റോഷൻ ഷാനവാസ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കൂടുതലും ആവേശത്തിലെ ശാന്തൻ റോഷൻ ഷാനവാസുണ്ട്. റോഷൻ ഷാനവാസ് അച്ഛനായിട്ടും സുഖുചേട്ടനായിട്ടാണ് സജിൻ ഗോപു വളരെ വളരെ കഴിവുള്ള അഭിനേതാവാണ്. രോമാഞ്ചത്തിലെ നിരൂപായാലും, ആവേശത്തിലെ അമ്പാനായാലും, പൊന്മാലെ മരിയാനോ ആയാലും അദ്ഭുത പ്രകടനങ്ങളായിരുന്നു ഇത് മൂന്നും. പക്ഷേ ഇതിൽ പുള്ളിക്ക് പറ്റാത്ത റോള് പുള്ളി ചെയ്തതെന്നൊക്കെയാണ് എനിക്ക് തോന്നിയത്. ഒരു പക്ഷേ പുള്ളിക്ക് ഒരു സിനിമ മൊത്തത്തിൽ ഷോൾഡർ ചെയ്യാൻ പറ്റാത്ത അത്രയും കേപ്പബിലിറ്റി ആയിട്ടില്ല എന്ന തോന്നലാണ് എനിക്ക് ഉണ്ടായത്. അറ്റ്ലീസ്റ്റ് ഇതുവരെ എനിക്ക് തോന്നിയത്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ അസഹ്യമായ പടം അല്ല. കാരണം ഒരുപാട് സംഭവങ്ങൾ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. വേറെ രീതിയിൽ പോയിരുന്നെങ്കിൽ, വേറൊരു കഥയായിരുന്നെങ്കിൽ, വേറൊരു കഥയുടെ പോക്ക് വേറെ രീതിയിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ബ്ലോക്ക് ബസ്റ്റർ ആവേണ്ട ഒരു പടമായിരുന്നു. കാരണം അത്ര രസകരമായ മുഹൂർത്തങ്ങൾ ഉള്ള പടമാണ് ഇത്. അത് കണക്ക് ആ മുഹൂർത്തങ്ങൾ കൂടാതെ നമ്മുടെ റോഷൻ ഷാനവാസിൻ്റെ പെർഫോമൻസൊക്കെ കലക്കലായിരുന്നു പല സീൻസിലും. അതുകൊണ്ട് തന്നെ പൊട്ടിച്ചിരിക്കുന്ന, ഉറക്കച്ചിരിക്കുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. ഇത് കാണികൾക്ക് രണ്ട് രീതിയിൽ തോന്നാം. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടാവാം, ഒട്ടും ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം. അതിൽ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ. അവരെന്നെ എനിക്ക് തോന്നുന്നു ഈ ടീം തന്നെ ഒരുപക്ഷെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, അവരുദ്ദേശിച്ചത് ഒരു ഓവർ ദ ടോപ്പ് എക്സ്പീരിയൻസ് തന്നെയാണെന്ന്. അത് അങ്ങനെയാണ്. പക്ഷേ ഈ കഥ കുറച്ചുകൂടെ നന്നായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി. പൈങ്കിളി എന്ന സിനിമയിൽ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ അബു സലീം അവതരിപ്പിച്ച നമ്മുടെ സജിൻ ഗോപുവിൻ്റെ ഫാദർ ക്യാരക്ടർ, അത് വളരെ നല്ല ഒരു ക്യാരക്ടറാണ്. വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അതുകൂടാതെ റാപ്പൊക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയുണ്ട് ഇതിൻ്റെ അകത്ത്. കണ്ട ഒരു റാപ്പർ എന്ന് പറയാത്ത സാധാരണ വീട്ടിലെ സാധാരണ ഒരു പെങ്കൊച്ച്
റാപ്പ് എഴുതുന്ന സീനിലൂടെയാണ് പടം തുടങ്ങുന്നത്. അത് മാത്രമല്ല ഇതിൻ്റെ മ്യൂസിക് അല്ല, അതിൻ്റെ ലിറിക്സ്, പല സോങ്സിൻ്റെ ലിറിക്സ് ഉഗ്രനാണ്. വളരെ 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 ഹിലേറിയസ് ആയിട്ടുള്ള ലിറിക്സ് ആണ്. അതുപോലെ തന്നെ സിനിമയിലെ ക്ലീഷേ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന സാധനങ്ങൾ, ഐറ്റംസ്, അത് ക്ലീഷേ എന്ന് പറഞ്ഞിട്ട് ക്ലീഷേ ആവാതിരിക്കില്ലല്ലോ, അത് ക്ലീഷേ ആയിട്ട് തന്നെ തോന്നി. അവസാനമൊക്കെ വളരെ വളരെ ക്ലീഷേ ആയിട്ട് തോന്നി. ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഞാൻ സിനിമ കാണാൻ ചെന്നത്, പക്ഷേ അതെല്ലാം അസ്ഥാനത്തായിപ്പോയി. ആദ്യത്തെ ഒരു 3/4 മണിക്കൂർ ഞാൻ രസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അതിൻ്റെ ഒരു ഓവർ ദ ടോപ്പ്, ഒരു എക്സ്ട്രീം രീതി എനിക്ക് ഇഷ്ടപ്പെട്ട് വരികയായിരുന്നു. പക്ഷേ കഥ വല്ലാത്ത ഒരു കഥയായിപ്പോയി. 2 stars out of 5 for പൈങ്കിളി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.